ഓം ശരവണഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ശ്രീരാമ നവമിയെക്കുറിച്ചാണ്. ഈ ഒരു കലികാലത്തിൽ ഭഗവാന്റെ നാമം നമുക്ക് എല്ലാ രീതിയിലുമുള്ള ദോഷങ്ങളിൽ നിന്നും മുക്തമാക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ വർഷത്തിലൊരിക്കൽ വരുന്ന ശ്രീരാമ നവമി നമ്മൾ പറ്റുന്നതുപോലെ നമ്മളെ കൊണ്ട് ആഘോഷിക്കണം. നമ്മുടെ എന്തൊരാഗ്രഹം സാധിച്ചു കിട്ടാനും ശ്രീരാമനവമി ദിവസം ചെയ്യേണ്ടുന്ന കാര്യത്തെക്കുറിച്ചും നവമി സമയത്തെക്കുറിച്ചും ആ ഒരു സമയത്ത് നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ നമുക്ക് നോക്കാവുന്നതാണ്. ദശരഥൻ്റെയും കൗസല്യയുടെയും മകനായി ശ്രീരാമദേവൻ അയോധ്യയിൽ ജനിച്ച ദിവസമാണ് ശ്രീരാമനവമിയായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്. ഈ വർഷം 2026 മാർച്ച് 26 വ്യാഴാഴ്ചയാണ് നമ്മൾ ശ്രീരാമനവമിയായി ആഘോഷിക്കുന്നത്. ഒരുപാട് പേർക്ക് അതിലൊരു ഡൗട്ടുണ്ടാകും, വ്യാഴാഴ്ചയാണോ വെള്ളിയാഴ്ചയാണോ ശ്രീരാമനവമിയായിട്ട് ആഘോഷിക്കേണ്ടത് എന്നുള്ളത്. അതായത് സത്യം പറഞ്ഞാൽ ചൈത്രമാസത്തിലെ നവമി തിഥിയിൽ ഉച്ചയ്ക്ക് 12:25 ഭഗവാൻ ശ്രീരാമൻ്റെ ജനനമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം വളരെയധികം ഓസ്പീഷ്യസ് ആയിട്ട് കണക്കാക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് 6 നാഴികയാണ്. അതായത് 2 മണിക്കൂർ 24 മിനിറ്റ്. അത് തന്നെ നമ്മൾ നോക്കിയാൽ അന്ന് ഉച്ചയ്ക്ക്, അതായത് മാർച്ച് 26 വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 11:40 മുതൽ 1:40 വരെയുള്ള കറക്റ്റ് സമയം. അതിലും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 12:25 എന്ന് പറയുന്ന ഭഗവാൻ ജനിച്ച ആ ഒരു പർട്ടിക്കുലർ സമയമാണ് നമ്മൾ ശ്രീരാമനവമിയായിട്ട് നമ്മുടെ വീടുകളിലൊക്കെ ആഘോഷിക്കേണ്ടത്. ചിലയിടങ്ങളിൽ വെള്ളിയാഴ്ചയാണ് നവമി, അതായത് ശ്രീരാമനവമിയായിട്ട് ആഘോഷിക്കുന്നത്. പക്ഷേ നവമി തിഥിയുടെ അവസാനമെന്ന് പറയുന്നത് മാർച്ച് 27 വെള്ളിയാഴ്ച രാവിലെ 10:06 അങ്ങനെ വരുമ്പം വെള്ളിയാഴ്ച ഭഗവാൻ ജനിച്ച 12:25 എന്നുള്ള സമയത്ത് നമുക്ക് നവമി തിഥിയില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും ശ്രേഷ്ഠം വ്യാഴാഴ്ച ആഘോഷിക്കുന്നതാണ്. നമ്മുടെ അയോധ്യയിലൊക്കെ വ്യാഴാഴ്ചയാണ് ശ്രീരാമ നവമിയായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇനി നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ വീടിനടുത്തുള്ള ശ്രീരാമക്ഷേത്രത്തിൽ എപ്പോഴാണോ ശ്രീരാമനവമി ആഘോഷിക്കുന്നത് അതനുസരിച്ചും വീടുകളിൽ ഞാൻ ഈ പറയുന്ന കാര്യം ചെയ്യാവുന്നതാണ്. അതുമാത്രവുമല്ല, നീണ്ട 9 ദിവസത്തെ ചൈത്ര നവരാത്രി അല്ലെങ്കിൽ വസന്ത നവരാത്രിയുടെ അവസാനത്തെ ദിവസമാണ് ഈ ഒരു ശ്രീരാമ നവമി വരുന്നതും. ഈ നവരാത്രിയുടെ ഈ എല്ലാ ദിവസവും സാക്ഷാൽ ആദിപരാശക്തിയെ നമ്മൾ പൂജിച്ച് അർച്ചനകളൊക്കെ ചെയ്ത് മന്ത്രങ്ങളൊക്കെ ചൊല്ലി അതിൻ്റെ അവസാനം ഭഗവാൻ ശ്രീരാമൻ്റെ ചെറിയ രൂപത്തിലുള്ള വിഗ്രഹങ്ങൾ ഉണ്ടാക്കി പ്രാർത്ഥിക്കുകയാണ് ചൈത്രമാസത്തിലെ ഈ നവമി തിഥിയിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു നവമി തിഥിയുടെ ആരംഭവും പുണർദം നക്ഷത്രത്തിൻ്റെ ആരംഭവും എപ്പോഴാണെന്നുള്ളത് നമുക്ക് നോക്കാം. നവമി തിഥിയുടെ ആരംഭം എന്ന് പറയുന്നത് 2026 മാർച്ച് 26 വ്യാഴാഴ്ച രാവിലെ 11:48 തുടങ്ങിയിട്ട് പിറ്റേ ദിവസം മാർച്ച് 27 വെള്ളിയാഴ്ച രാവിലെ 10:08 അവസാനിക്കും. ഇനി പുണർദം നക്ഷത്രം ആരംഭിക്കുന്നത് 2026 മാർച്ച് 26 വ്യാഴാഴ്ച വൈകിട്ട് 4:10 ആരംഭിച്ച് പിറ്റേ ദിവസം വെള്ളിയാഴ്ച വൈകിട്ട് 3:19 പുണർദം നക്ഷത്രം അവസാനിക്കും. എന്തൊക്കെയാണ് ആ ദിവസം ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിന് മുൻപായിട്ട് ആരെങ്കിലും 3 ദിവസത്തെ ഈ ഒരു ഹനുമാൻ ചാലിസ സങ്കല്പം എടുത്ത് ഹനുമാൻ ചാലിസ ചൊല്ലണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇന്ന് മുതൽ തുടങ്ങാം. അതായത് ഇന്ന് ബുധനാഴ്ച മുതൽ 3 ദിവസത്തെ സങ്കല്പം എടുക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇന്ന് ബുധൻ, നാളെ വ്യാഴം, വെള്ളിയാഴ്ച രാവിലെ 10:08 വരെ നവമി തിഥി ഉള്ളതുകൊണ്ട് അതിനു മുൻപായിട്ട് നമ്മളിത് തീർത്താൽ മതിയാകും. അങ്ങനെ അല്ലെന്നുണ്ടെങ്കിൽ വ്യാഴാഴ്ച ഒരു ദിവസം മാത്രമായിട്ട് ഒരു ദിവസത്തെ സങ്കല്പം എടുത്തും ഹനുമാൻ ചാലിസ ചൊല്ലാവുന്നതാണ്. നിങ്ങൾക്കിതിൽ ഏത് രീതിയാണോ താല്പര്യം അതനുസരിച്ച് ചെയ്താൽ മതിയാവും. അതിൽ തന്നെ ഏറ്റവും ഉത്തമമായിട്ടുള്ള മറ്റൊരു രീതിയുണ്ട്. ഇതെന്ന് പറയുന്നത് ഏപ്രിൽ 1 അന്ന് ചൈത്രമാസത്തിലെ പൗർണമിയാണ്. അന്ന് ഭഗവാൻ
ഹനുമാൻ്റെ ജന്മോത്സവമായിട്ട് ആഘോഷിക്കുന്ന ദിവസമാണ്. അപ്പോൾ അന്ന് നമുക്ക് 7 ദിവസത്തെ സങ്കല്പമെടുത്ത് പൂർത്തിയാക്കാം. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ വെള്ളിയാഴ്ചയാണ്, അതായത് മാർച്ച് 27-നാണെങ്കിൽ നമുക്ക് അന്ന് മുതൽ തുടർച്ചയായ 7 ദിവസം, ഏപ്രിൽ 2-ാം തീയതി രാവിലെ 7-6 വരെ പൗർണമി തിഥി ഉള്ളതുകൊണ്ട് നമുക്ക് അന്ന് രാവിലെ ഹനുമാൻ ചാലിസ സങ്കല്പം 7 ദിവസത്തെ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒന്നെങ്കിൽ ഇന്ന് മുതൽ ശ്രീരാമനവമി വരെ 3 ദിവസം, അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ശ്രീരാമനവമി മുതൽ ഹനുമാൻ സ്വാമിയുടെ ജന്മോത്സവം വരെ തുടർച്ചയായ 7 ദിവസം. എല്ലാ രീതിയിലും സങ്കല്പമെടുക്കേണ്ടതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പോയി കണ്ട് ആ രീതിയിൽ നിങ്ങൾക്ക് സങ്കല്പം എടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഇന്നത്തെ ദിവസം വളരെ വളരെ ഓസ്പീഷ്യസ് ആയിട്ടുള്ളൊരു ദിവസമാണ്. ഇന്ന് എന്തെങ്കിലും ഒരു കാര്യം സാധിച്ചു കിട്ടണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഹനുമാൻ സ്വാമിക്ക് മുൻപിൽ നിങ്ങൾക്ക് 11 പ്രാവശ്യം ഹനുമാൻ ചാലിസ ജപിക്കുന്നത് വളരെ വളരെ ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ്. അതേപോലെ ക്ഷേത്രത്തിൽ ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല സമർപ്പിക്കുന്നതും വളരെ ഉത്തമമാണ്. ഇനി എന്താണ് ശ്രീരാമനവമി ദിവസം നമ്മൾ ചെയ്യേണ്ടത്? ശ്രീരാമനവമി വരുന്ന മാർച്ച് 27 വെള്ളിയാഴ്ച രാവിലെ സൂര്യ ഉദയത്തിന് മുൻപുണർന്ന് കുളിച്ച് ആദ്യം തന്നെ സൂര്യഭഗവാനെ നമ്മൾ പ്രാർത്ഥിക്കണം. അന്നത്തെ ദിവസം സൂര്യഭഗവാന് അർഘ്യം കൊടുക്കുന്നതൊക്കെ വളരെ വളരെ ശ്രേഷ്ഠമാണ്. സൂര്യഭഗവാനെ വന്ദിച്ചു വേണം ശ്രീരാമനവമി ദിവസത്തെ പ്രാർത്ഥന തുടങ്ങാൻ. രാമനവമി വരുന്ന വെള്ളിയാഴ്ച നമ്മൾ ഭഗവാനെ പ്രത്യേകമായി പൂജിക്കേണ്ടുന്ന സമയമെന്ന് പറയുന്നത് അന്ന് ഉച്ചയ്ക്ക് 11:40 മുതൽ 1:40 വരെയുള്ള സമയമാണ്. അതിൽ തന്നെ 12:25 എന്നുള്ളതാണ് ശ്രീരാമ ഭഗവാന്റെ ജനന സമയം. സോ ആ സമയത്ത് ഭഗവാന് മുൻപിൽ നെയ്ദീപം കൊളുത്തി വെച്ച് പ്രാർത്ഥിക്കുന്നതും ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും അതീവ ശുഭപ്രദമാണ്. അന്നത്തെ ദിവസം ശ്രീരാമനോടൊപ്പം തന്നെ ലക്ഷ്മണനെയും സീതയെയും ഹനുമാൻ സ്വാമിയെയും ധ്യാനിക്കണം. അത് വളരെ വളരെ ഉത്തമമാണ്. നമ്മുടെ വീട്ടിൽ ശ്രീരാമ പട്ടാഭിഷേക ഫോട്ടോ ഉണ്ടെങ്കിൽ അത് തുടച്ച് മഞ്ഞൾ കുങ്കുമം പൊട്ടൊക്കെ വെച്ച് ഭഗവാന് തുളസിമാലയും തെറ്റിപ്പൂമാലയും സമർപ്പിക്കുന്നത് വളരെ ഉത്തമമാണ്. താമരപ്പൂക്കളും സമർപ്പിക്കാവുന്നതാണ്. ഭഗവാനു മുൻപിൽ നമുക്ക് അന്നത്തെ ദിവസം കെടാവിളക്കായിട്ട് ഉച്ചയ്ക്ക് 12:25 ഭഗവാൻ ജനിച്ച ആ ഒരു സമയം വരെ കെടാവിളക്കായിട്ട് നെയ്വിളക്ക് കൊളുത്തി വെക്കാം. അങ്ങനെയല്ലെങ്കിൽ ഒരു ചെറിയ നെയ്വിളക്കെങ്കിലും ഭഗവാന് മുൻപിൽ കൊളുത്തി വെച്ച് അവിടെ ഇരുന്ന് രാമരാമ എന്നുള്ള മന്ത്രം കഴിയുന്നത്ര ജപിക്കുക. അങ്ങനെയല്ലെങ്കിൽ രാമായണം ഒറ്റയടിക്ക് മുഴുവനായിട്ട് പാരായണം ചെയ്തില്ലെങ്കിലും ശ്രീരാമൻ്റെ ജനനം അതുണ്ട്, അത് നമ്മൾ പാരായണം ചെയ്യണം. കയ്യിൽ നാരായണീയമുള്ളവരാണെന്നുണ്ടെങ്കിൽ നാരായണീയത്തിലെ 34-35 ദശകങ്ങൾ നമ്മൾ പാരായണം ചെയ്യണം. അതായത് ഹനുമാനെ ശ്രീരാമസ്വാമി കാണുന്നതും ശ്രീരാമൻ്റെയും അതേപോലെ സീതാദേവിയുടെയും വിവാഹവും മക്കളുടെ കാര്യങ്ങളും ഒക്കെയാണ് ഈ 2 ദശകങ്ങളിലായിട്ട് പ്രതിപാദിക്കുന്നത്. അപ്പോൾ ഈ 2 ദശകങ്ങൾ നമുക്ക് വായിക്കാവുന്നതാണ്. ആ ഒരു 12:25 എന്നുള്ള സമയത്ത് രാമായണത്തിൽ ശ്രീരാമൻ്റെ ജനന സമയം, ആ ഒരു ജനന സമയത്തെ സംബന്ധിക്കുന്ന കഥ വായിക്കുന്നതും ദശകം വായിക്കുന്നതും വളരെ വളരെ ശ്രേഷ്ഠമാണ്. അതുമാത്രവുമല്ല, ഭൂമിയിൽ നിന്നും നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നും തിന്മയെ ഒഴിവാക്കി ദൈവീകമായ ശക്തി പ്രവേശിക്കുന്ന സമയമായതുകൊണ്ട് തന്നെ ഐശ്വര്യവും സമൃദ്ധിയും വീട്ടിലോട്ട് ഒഴുകുമെന്നാണ് വിശ്വാസം. അതുപോലെ തന്നെ നമ്മുടെ മനസ്സും ശരീരവും ശുദ്ധീകരിക്കപ്പെടുമെന്നും വിശ്വസിക്കപ്പെടുന്നുണ്ട്. ശ്രീരാമസ്വാമി എന്ന് പറയുന്നത് മര്യാദാ പുരുഷോത്തമനാണെന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അത്രമേൽ നമ്മൾ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന എന്തൊരു കാര്യവും, അതിപ്പോൾ നമ്മുടെ ദാമ്പത്യത്തിലാണെങ്കിലും മക്കളുടെ കാര്യത്തിലാണെങ്കിലും മറ്റു ഏതൊരു കാര്യത്തിലാണെങ്കിലും അത് നമുക്ക് സാധിച്ചു കിട്ടും. ക്ഷേത്ര ദർശനം നടത്തണം എന്നുള്ളവർ വീടിനടുത്തുള്ള ശ്രീരാമസ്വാമി ക്ഷേത്ര ദർശനം നടത്തണം. അന്നത്തെ ദിവസം അവിടെ എന്തൊക്കെയാണോ പ്രധാന വഴിപാടുകൾ, അതിൽ നമുക്ക് പറ്റുന്നത് എന്തൊക്കെയാണോ അതൊക്കെ ആ ക്ഷേത്രത്തിൽ ചെയ്യേണ്ടതാണ്. ഭഗവാന് തുളസിമാല സമർപ്പിക്കാം, വെണ്ണ സമർപ്പിക്കാം, അതേപോലെ പാനകം സമർപ്പിക്കാം, പാൽപായസം സമർപ്പിക്കാം. അങ്ങനെയുള്ള എന്തൊക്കെ കാര്യങ്ങളാണോ ആ ക്ഷേത്രത്തിൽ പ്രാധാന്യം ഉള്ളത് അതൊക്കെ ചെയ്യുക. അവിടെ ഇരുന്ന് ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമ വരാനൻ. അതായത് വിഷ്ണു സഹസ്രനാമം ജപിക്കാൻ പറ്റാത്തവർക്ക് അതിനോട് തത്തുല്യമായിട്ടുള്ള മന്ത്രമാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മന്ത്രം കഴിയുന്നത്ര ജപിക്കണം. രാമരാമ എന്നുള്ള മന്ത്രം കഴിയുന്നത്ര ജപിക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരാഗ്രഹം സാധിച്ചു കിട്ടണം, ഒരുപാട് നാളുകളായി അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുകയാണ്. ഇനിയിപ്പോൾ ദാമ്പത്യ പ്രശ്നമായിക്കൊള്ളട്ടെ, മക്കളുടെ ആയിക്കോട്ടെ, ധനപ്രശ്നമായിക്കോട്ടെ, ദാരിദ്ര്യം നീങ്ങണം എന്നായിക്കൊള്ളട്ടെ, ജോലി സംബന്ധമായിട്ടുള്ള കാര്യമായിക്കൊള്ളട്ടെ, ഒരു വൈറ്റ് കളറിലെ A4 ഷീറ്റ് പേപ്പർ എടുക്കുക.
അതിൻ്റെ 4 മൂലകളിലും മഞ്ഞൾ, അതായത് ശുദ്ധമായ മഞ്ഞളെടുത്ത് അതിൽ റോസ് വാട്ടർ അല്ലെങ്കിൽ ശുദ്ധമായ ജലമൊഴിച്ച് മിക്സ് ആക്കിയിട്ട് ഒരു പൊട്ട് പോലെ ആ പേപ്പറിൻ്റെ 4 മൂലകളിലും സെൻറ്ററിലും, അപ്പോൾ ടോട്ടൽ 5 ഭാഗത്തായിട്ട് നമ്മൾ തൊട്ടിട്ടുണ്ട്. അതിനുശേഷം നടന്നു കിട്ടേണ്ടുന്ന ആഗ്രഹം നമ്മൾ എഴുതുക. എന്താഗ്രഹമാണോ നമുക്ക് നടന്നു കിട്ടേണ്ടത് ആ ഒരു ആഗ്രഹം എഴുതിയതിന് ശേഷം രാമ രാമ എന്നുള്ളത് 108 പ്രാവശ്യം എഴുതുക. ഒറ്റയടിക്ക് ഒറ്റ സ്ട്രെച്ചിൽ നമ്മൾ രാമ 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 എന്നുള്ളത് എഴുതിയെടുക്കണം. ആദ്യം തന്നെ 1 മുതൽ 108 വരെ നമ്പർ ഇട്ടേക്കുക. അതിനുശേഷം രാമ രാമ എന്നുള്ളത് 108 പ്രാവശ്യം എഴുതുക. എഴുതിയതിന് ശേഷം ഒരു പ്രാവശ്യം ഹനുമാൻ ചാലിസ ചൊല്ലുകയോ കേൾക്കുകയോ ചെയ്യുക. ഇത് വ്യാഴാഴ്ച മുതൽ ഹനുമാൻ ജയന്തി വരുന്ന ഏപ്രിൽ 2 വരെ തുടർച്ചയായിട്ട് നമ്മൾ ചെയ്യണം. അതായത് കണ്ടിന്യൂസ്ലി 7 ഡേയ്സ്. അപ്പം 108 പ്രാവശ്യം നമ്മൾ എല്ലാ ദിവസവും എഴുതുന്നുമുണ്ട്, ഒരു പ്രാവശ്യം ഹനുമാൻ ചാലിസ ചൊല്ലുന്നുമുണ്ട്. എന്താഗ്രഹമാണോ നിങ്ങൾ ഭഗവാനോട് പ്രാർത്ഥിച്ചത് അത് നിങ്ങൾക്കും നടന്നു കിട്ടും. ഇത് നമുക്ക് മറ്റൊരു രീതിയിലും കൂടി ചെയ്യാം. ആ രീതി എന്ന് പറയുന്നത് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പേപ്പറുകളാക്കി 108 പേപ്പർ മുറിച്ചെടുക്കുക. അതിൽ നമ്മൾ രാമ രാമ എന്ന് എഴുതുക. അപ്പോൾ ഓരോ ദിവസത്തെ പേപ്പറും നമ്മൾ സൂക്ഷിച്ച് വെക്കണം. ശ്രീരാമ നവമി മുതൽ ഹനുമാൻ സ്വാമിയുടെ ജന്മോത്സവം വരുന്ന അന്ന് നമ്മൾ അതെല്ലാം കൂടി തൊരുത്തൊരു മാലയാക്കിയിട്ട് അത് ഹനുമാൻ സ്വാമിക്ക് കൊണ്ടുപോയി ക്ഷേത്രത്തിൽ ചാർത്താനായിട്ട് കൊടുക്കണം. നമ്മൾ ഗുരുവായൂരപ്പനൊക്കെ നാരായണ, ഓം നമോ ഭഗവതേ വാസുദേവായ എന്നൊക്കെ ചെറിയതായിട്ട് എഴുതി ചാർത്തുമല്ലോ. ഞാൻ ദാ ഈ ഫോട്ടോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഗുരുവായൂരിലെ ആ ഒരു ഗുരുവായൂരപ്പനെ ചാർത്തിയിരിക്കുന്നത് കണ്ടില്ലേ, ഇതേപോലെ നമ്മൾ ഹനുമാൻ സ്വാമിക്ക് ചാർത്തുക. താല്പര്യമുള്ളവർ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. താല്പര്യമുണ്ട്, ഞങ്ങൾക്കിത് ചെയ്യാൻ ഇഷ്ടമാണെന്നുള്ളവർ. അങ്ങനെയല്ലാത്തവർ എല്ലാ ദിവസവും 108 പ്രാവശ്യം, ജന്മോത്സവം വരെ 108 പ്രാവശ്യം എഴുതി ഒരു പ്രാവശ്യം ഹനുമാൻ ചാലിസ ജപിച്ചാൽ മതിയാവും. അങ്ങനെ അല്ലാത്തവർക്ക് ഇതുപോലെ 108, അത് നിങ്ങൾക്ക് നേരത്തെ പേപ്പർ 108 എണ്ണം ചെറുതായിട്ട് മുറിച്ച് വെക്കാവുന്നതാണ്. എന്നിട്ട് അതിൽ രാമ രാമ എന്നെഴുതി അത് ഇതുപോലെ ഒരു മാലയാക്കി കോർത്ത് ഹനുമാൻ സ്വാമിക്ക് ചാർത്തുക. തീർച്ചയായിട്ടും ആഗ്രഹമാണോ ശ്രീരാമസ്വാമിയോട് നമ്മൾ പ്രാർത്ഥിച്ചത് അത് തീർച്ചയായിട്ടും നടത്തി കിട്ടിയിരിക്കും. വിശ്വാസപൂർവ്വം ഇത് ചെയ്യണം. എല്ലാ ദിവസവും ഒരേ സമയം ഫോളോ ചെയ്യണമെന്നുള്ളതില്ല, പക്ഷേ മുടങ്ങാതെ എല്ലാ ദിവസവും എഴുതണം. പീരിയഡ്സ് വാലായ്മയുള്ളവർ ഇത് ചെയ്യരുത്. ഇപ്പം ഇത് നിങ്ങൾ ചെയ്തു തുടങ്ങി ഒരു 3 ദിവസം കഴിഞ്ഞ് പീരിയഡ്സ് ആയിട്ട് ഇനി അത് ചെയ്തിട്ട് കാര്യമില്ല. അപ്പം ഈ ദിവസത്തിനുള്ളിൽ ശ്രീരാമനവമി മുതൽ ഏപ്രിൽ 2 പീരിയഡ്സ് ആകുമെന്ന് ഉറപ്പുള്ളവർ ഇതിന് ഇറങ്ങണ്ട. പകരം നിങ്ങൾ ശ്രീരാമനവമിക്ക് അന്ന് മാത്രം ഇത് എഴുതി ചെയ്താൽ മതിയാവും. പേപ്പറിൽ എഴുതിയവരാണെങ്കിലും ഇത് വീടിനടുത്തുള്ള ഹനുമാൻ സ്വാമിയുടെയോ അല്ലെങ്കിൽ മഹാവിഷ്ണു കൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിലോ ആ പേപ്പർ സമർപ്പിക്കാവുന്നതാണ്. വിശ്വാസപൂർവ്വം ചെയ്തു നോക്കൂ. തീർച്ചയായിട്ടും നല്ല മാറ്റം നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് നിങ്ങൾക്ക് നേടിയെടുക്കാനും പറ്റും. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണഭവ.